ഇന്നെങ്ങാനും നടക്കുവാ? നടക്കല്ലേ കൊച്ചേ? അതല്ല പറഞ്ഞത്. ഇന്നലെ ചെന്ന് നാണം കേട്ട് അയാളെ വാങ്ങിച്ചോണ്ട് പോകുകയും ചെയ്തിന് ഇന്നും ചെല്ലുമ്പോ നാണം കെടുക. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ചെന്ന് നോക്കാം, നടക്കുമെങ്കിൽ കിട്ടും. ഇവിടെ സൂക്ഷിച്ചടക്കലേ താഴ്ത്ത് വീഴും. പിടിക്കണ? വേണ്ട വേണ്ട. ഈ കന്നിതുലാമാസത്തിൽ നല്ല ഇച്ചിരി കൂനിച്ചമ്മീൻ കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഇച്ചിരി കൂനിച്ചമ്മത്തിൻ്റെ കാര്യം. ഇത് കേട്ടില്ല, പിന്നെ എന്നെ പായ കിടത്തണില്ല. പിന്നെ മര്യാദക്ക് പായ കിടന്നോണ്ട് എന്നെ വിളിച്ച് കൂനച്ചമ്മി എന്ന് പറഞ്ഞിട്ട് ബില്ലെന്ന് പറയണോ? അതെങ്ങനെ ശരിയാവും? ചെന്ന് നോക്കാം. എനിക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പാടില്ലായിരുന്നു. അയാളത് മൊത്തം എടുത്തോണ്ട് പോയി. 2-3 പങ്കുണ്ടായിരുന്നെങ്കിൽ ഒരു പങ്ക് അയാൾക്കെടുത്തിട്ട് ഒരു പങ്ക് നമുക്ക് തരാൻ പാടില്ലേ? ചെമ്മീനും മീനും കാണുമ്പോൾ അത് അങ്ങനെ. അല്ല, എനിക്ക് സംശയം അച്ചാമ്മനോട് ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന്. പിന്നെ എന്നോട് എന്തിനാണ് ദേഷ്യം? എന്നോട് ഒരാളിനും ദേഷ്യമില്ല. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നീ ചെമ്മീൻ മേടിക്കാൻ നിൽക്കണോണ്ട് ആണത് മുഴുവൻ അയാൾ വില പറഞ്ഞ് മേടിച്ചിട്ടുണ്ടോ? നിന്നേടെ എന്തോ ദേഷ്യം ഉണ്ടോന്ന് എനിക്ക് തോന്നി. ലേലം തുടങ്ങിയെന്നാ തോന്നുന്നത്. അന്ന് വിളിച്ച അയാളെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കി. നമ്മൾ വന്നപ്പോൾ തരാതെ ലേലം വിളിച്ചോണ്ട് പോയില്ല ഒരാൾ. അയാളില്ല. എനിക്ക് വേണ്ട. ഇല്ല, ഞാൻ ഇത്രക്കാട്ട വലിയ മാല, അതിന് ഒരു ബന്ധവുമില്ല. അത് ഇത്രോളം ലോക്കറ്റ്, എൻ്റെ കൂടെ വലിയ പൊട്ടൊക്കെ തൊട്ടുകൊണ്ട് വന്നേക്കുന്നത്. ഇത് കുറേ ഉണ്ടല്ലേ? നമുക്ക് കുറച്ച് വർക്കേം കൂടി ചെയ്താല. 320 രൂപക്ക് ലാഭമാണ്. ഞാൻ ഓർത്ത് ഇതിൻ്റെ ഇടയിൽ ഇന്നലത്തെ പോലെ ആരെങ്കിലും വന്ന് കയറുമായിരിക്കും ലേലം വിളിക്കാൻ. ഇന്നലത്തെ പോലെ ഇന്നും കൂടി വന്നിട്ടെങ്കിൽ ഞാൻ വട്ടക്കാലത്ത് വീഴ്ത്തിയാണ്. ഈ മാസം കഴിഞ്ഞ് ഇനി ഉണ്ടായില്ലേ? അതെന്താ ഈ മാസം കഴിഞ്ഞുണ്ടാവത്ത? ഇനി ഉപ്പായില്ലേ? ഇത് മഴയത്തേ ഉണ്ടാവുള്ളൂ. മഴവെള്ളം വീഴുമ്പോൾ കൂന, കൊഞ്ചി ഇങ്ങനെയുള്ള ചെമ്മീനൊക്കെ മഴവെള്ളത്തിലേ ഉണ്ടാവും. നേരത്തെ ഞങ്ങളെ ഈ കൃഷിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാറൊക്കെ മുളച്ചിരിക്കുന്നതിൻ്റെ ഒക്കെ അവിടെ ചെറിയ തോടൊക്കെ ഉണ്ടാവും. അവിടെ മണ്ണെണ്ണകളൊക്കെ ഇട്ട് ഞങ്ങൾ വീശാൻ പോകും. വീശാൻ പോകുമ്പോൾ ഇതുപോലത്തെ മുട്ടയുള്ളതൊക്കെ ഉണ്ടാവും. ഇഷ്ടം പോലെ ചെമ്മീൻ ഉണ്ടാവും. അപ്പോൾ വീശി ഞങ്ങൾ പോരാനാകുമ്പം ഒരു 3-4 കിലോ ചെമ്മീനുണ്ടാവും. ഇന്നലെ വാങ്ങിക്കാണ്ടിരുന്നത് നന്നായില്ലേ? എന്തായാലും ഇന്നലെ വിളിച്ചിരുന്നെങ്കിൽ എന്തോരം പൈസ കൊടുക്കേണ്ടി. എന്ത് വിളിയാണ് അയാൾ വിളിച്ചത്? അത് നിന്നേൽക്കായ വലിയ ചെമ്മീൻ കുതിയനാണ് വന്ന് ലേലം വിളിച്ചത്. പിന്നെ ആവശ്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ അയാൾ ലേലം കൂട്ടി വിളിച്ച്. അത്രേ കാര്യമുള്ളൂ. നമുക്കത് അത്രയും കൊതിയില്ലാഞ്ഞുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് പോന്നു. അയാൾക്ക് ഇന്ന് നമ്മൾ ചെന്നപ്പോൾ ആരുമില്ലാതെ നമുക്കത് കിട്ടി. കടക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചേരി. അവക്കാടേ എടി, ആ ചീരത്തൈയുടെ അകത്ത് നിൽക്കണേൻ്റെ ഇതിന്. അത് അവക്കാടേ അല്ല, അവക്കാഡോ. എന്തായാലും അവള് തന്നെയല്ലേ? ഞാനന്ന് അവക്കാഡോ വാങ്ങിച്ചോണ്ട് വന്ന കാരണം അച്ചാമ്മക്ക് കിളിപ്പിക്കാൻ പറ്റി. അതങ്ങനെയാണ്. കഴമ്പ് നനക്കും കുരു എനിക്കുവാ. പിന്നെ
അത് കൃഷിക്കെങ്കിലും ചെയ്യണ്ടേ. സ്വന്തമായിട്ടുണ്ടാക്കി എനിക്ക് ആരുടെയും കുരു വേണ്ടല്ലോ. ഓ പുതിയൊരു വെള്ളപ്പൂ വന്നിട്ടുണ്ടല്ലോ. അത് ഞാൻ സൊസൈറ്റി പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ വെള്ളയോ വയസ്സൊമ്മല്ലയോ? അത് നമ്മൾ ചീരക്ക് പോയപ്പോൾ മേടിച്ചിട്ടുണ്ട്. ദേ നമ്മയല്ല അച്ഛമ്മ. ആരെങ്കിലും മരിയണെ അങ്ങോട്ടേ കേട്ടാ മതി. എന്നെ കൊണ്ട് പോകുന്ന മേല ഇടികൊള്ളു. ഒരു കുഴപ്പമില്ല. ഓ ചെടിയല്ലേ, അരിച്ചാക്കൊന്നും അല്ലല്ലോ. വറുത്തത് വെക്കാണ്ടത് മുക്തായിലേക്ക് ഇട്ടാ എന്താ? ഇതേ വറുത്ത് തന്നെയാണ് ഇത് ചെയ്തത്. ആകെ പൊളിച്ചു വന്നപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ എരിവെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിത്തിന്. ഓ വെറുതെ അല്ല അയാൾ ഇന്നലെ അത് മൊത്തം വാങ്ങിച്ചോണ്ട് പോയത്. എന്ത് ടേസ്റ്റാ. അയാൾ പൂനച്ചമ്മീൻ തിന്ന് നേരത്തെ രസം പിടിച്ച ആളാണ്. അതാണ് അയാൾ വിലക്കടിച്ച് മുഴുവൻ മേടിച്ചോണ്ട് പോയത്. തലക്കെട്ടേണ്ട ചമ്മയുടെ ബന്ധത്തിലുള്ള ആരാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ സ്വന്തക്കാരെല്ലാം നിന്നെപ്പോലെയായി.